ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹിയിലെ 2024 ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ 1625 രൂപയായിരുന്നു. ഇത് ഡൽഹിയിൽ തന്നെയുള്ള മൗലാന ആസാദ് മെഡിക്കൽ കോളേജിലോട്ട് പോകുമ്പോൾ 2445 രൂപയാണ് ഇയർലി വരുന്ന MBBSന്റെ ട്യൂഷൻ ഫീസ്. ഇനി എയിംസിന്റെ ഡൽഹി ഒഴികെയുള്ള ബാക്കിയുള്ള ബ്രാഞ്ചുകളിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഭോപ്പാൽ പോവുകയാണെങ്കിൽ 5856 രൂപയാണ് ട്യൂഷൻ ഫീസ് വരുന്നത്. സെയിം ലൈക്ക് നമ്മൾ ജോധ്പൂരോ അല്ലെങ്കിൽ എയിംസിന്റെ ബാക്കിയുള്ള എല്ലാ ബ്രാഞ്ചസ് ഒക്കെ നോക്കുകയാണെങ്കിൽ 5000-നും 6000-നും ഇടയിലൊക്കെയാണ് ഇത് വരുന്നത് ട്യൂഷൻ ഫീസ് വരുന്നത്. ഇന്ത്യയിലുള്ള പല മെഡിക്കൽ കോളേജുകളുടെയും ട്യൂഷൻ ഫീസ് 10,000 രൂപയ്ക്ക് താഴെയും ചില കോളേജുകളൊക്കെ ഏകദേശം എന്ത് ചെയ്യുന്നുണ്ട്, ഓൾ ഇന്ത്യ കോട്ടയിലെ 1 ലക്ഷമോ 1.5 ലക്ഷമോ ഒക്കെ ഫീസ് വർഷം മേടിക്കുന്നുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇന്ത്യയിലുള്ള ചില പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരുടെ NRI ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് ഏകദേശം 2 കോടിയൊക്കെ ഫീസ് മേടിക്കുന്ന കോളേജുകളും അവൈലബിൾ ആണ്. എസ്പെഷ്യലി നമ്മൾ കർണാടകയിലുള്ള കോളേജുകൾ എടുക്കുകയാണെങ്കിൽ അവരുടെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2 കോടിയൊക്കെയാണ് ടോട്ടൽ ട്യൂഷൻ ഫീസ് മാത്രം ഈടാക്കുന്നത്. സോ ഇന്ത്യയിലെ ഗവൺമെന്റ് MBBS സീറ്റ്സിന്റെയും പ്രൈവറ്റിലെ NRI സീറ്റ്സോ അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജുകളിലെ സെൽഫ് ഫൈനാൻസിങ് സീറ്റിലെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും രണ്ട് തട്ടിൽ തന്നെ ഒരു ബന്ധവുമില്ലാതെ നിൽക്കുന്ന ഫീസായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഗവൺമെന്റ് കോളേജസിലെ ഫീസിന്റെ ഒരു 100 ഇരട്ടിയൊക്കെ ഫീസാണ് എന്ത് ചെയ്തിരിക്കുന്നത് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിൽ അവർ മാനേജ്മെന്റ് സെക്ടറിലും അത് കൂടാണ്ട് NRI സെക്ടറിലും മേടിക്കുന്നത്. 2025 നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ നമുക്ക് ടോട്ടലായിട്ട് പ്രൈവറ്റ് സെക്ടറിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 374 മെഡിക്കൽ കോളേജുകൾ. ഈ 374 മെഡിക്കൽ കോളേജുകളിലായിട്ട് ടോട്ടലായിട്ട് 66,443 MBBS സീറ്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതേ കാര്യം നമ്മൾ ഗവൺമെന്റ് സെക്ടറിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ ഗവൺമെന്റ് സെക്ടറിൽ ടോട്ടലായിട്ട് നമുക്ക് 450 മെഡിക്കൽ കോളേജുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഈ ഒരു 450 മെഡിക്കൽ കോളേജുകളിലായിട്ട് 63,160 സീറ്റാണ് നമുക്ക് ഗവൺമെന്റ് സെക്ടറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇത് നമ്മൾ ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 824 മെഡിക്കൽ കോളേജുകളിലായിട്ട് 1,29,603 MBBS സീറ്റാണ് 2025 കണക്കുകൾ പ്രകാരം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഇന്ത്യയിലുള്ള മെഡിക്കൽ കോളേജുകൾക്കായിട്ട് അലോട്ട് ചെയ്ത് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 824 മെഡിക്കൽ കോളേജുകൾ എടുക്കുകയാണെങ്കിൽ ഓരോ മെഡിക്കൽ കോളേജുകളുടെയും ഫീസ് വളരെ വ്യത്യസ്തമാണ്. ഓരോ സ്റ്റേറ്റ് വൈസ് പോകുമ്പോഴും എന്തുണ്ട് ഫീസ് വളരെ വ്യത്യസ്തമാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഗവൺമെന്റ് സെക്ടറിലോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു 1625 രൂപ മുതൽ ഏകദേശം 1 ലക്ഷം രൂപ വരെയൊക്കെയാണ് എന്ത് വരുന്നത് ഗവൺമെന്റ് സെക്ടറിലുള്ള കോളേജുകളിൽ, അത് സ്റ്റേറ്റ് കോട്ടയിലായാലും ഓൾ ഇന്ത്യ കോട്ടയിലായാലും എന്ത് ചെയ്യുന്നത് ഫീസായി ഈടാക്കുന്നത്. ഇത് നമ്മൾ പ്രൈവറ്റ് സെക്ടറിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിലെ ഏറ്റവും ഫീസ് കുറവുള്ള സ്റ്റേറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളം അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് പോലുള്ള സ്റ്റേറ്റുകളിലാണ് ഏറ്റവും ഫീസ് കറന്റ് കുറവായിട്ട് വരുന്നത്. ഇതേ കാര്യം നമ്മൾ ഫീസ് കൂടുതലുള്ള നമ്മൾ നോക്കുകയാണെങ്കിൽ MCC അണ്ടറിൽ വരുന്ന കോളേജുകളും അതുകൂടാണ്ട് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ അണ്ടറിൽ വരുന്ന മെഡിക്കൽ കോളേജുകളുടെ ഫീസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിട്ട് ഉള്ളതായിട്ട് നമുക്ക് കാണാം. സോ ഇന്ത്യയിലുള്ള പ്രൈവറ്റ് മാനേജ്മെന്റ് കോളേജുകളുടെ ഫീസ് നമ്മൾ നോക്കുന്നതിന് മുമ്പായിട്ട് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ MBBSന്റെ കൗൺസിലിംഗ് നടക്കുന്ന മെത്തേഡിനെ കുറിച്ച് നമ്മളൊന്ന് അറിയേണ്ടതായിട്ടുണ്ട്. സോ ഇന്ത്യയിൽ നമുക്ക് MBBSന്റെ കൗൺസിലിംഗ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മെത്തേഡിലാണ് നമുക്ക് ഇന്ത്യയിൽ നിന്ന് നടക്കുന്നത് MBBSന്റെ കൗൺസിലിംഗ് നടക്കുന്നത്. സോ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് നടക്കുന്നുണ്ട്, മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഒരു ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗ് നടക്കുന്നുണ്ട്. സോ MCC അണ്ടറിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ എയിംസ്, ജിപ്മർ അത് കൂടാണ്ടുള്ള സെൻട്രലൈസ്ഡ് യൂണിവേഴ്സിറ്റികളും ദെൻ കൽപ്പിത സർവകലാശാലകൾ, അതായത് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികൾ, നമുക്കിപ്പം അമൃതയോ അല്ലെങ്കിൽ വിനായക മിഷൻ യൂണിവേഴ്സിറ്റിയോ SRM യൂണിവേഴ്സിറ്റിയൊക്കെ പോലുള്ള കൽപ്പിത സർവകലാശാലകളുമാണ് എന്ത് നടക്കുന്നത് നമുക്ക് MCC അണ്ടറിൽ കൗൺസിലിംഗ് നടക്കുന്നത്. അത് കൂടാണ്ട് MCC അണ്ടറിൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ കോട്ടയിലുള്ള 15% സീറ്റ്, അതായത് ഇന്ത്യയിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലുള്ള 15% സീറ്റ് ഓൾ ഇന്ത്യ കോട്ട കാറ്റഗറി ആയിട്ട് നമ്മൾ എന്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സീറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MCC അണ്ടറിലാണ്. ഓക്കെ, ഇത് കൂടാണ്ട് അതത് സ്റ്റേറ്റിന്റെ അതോറിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റേറ്റ് കോട്ട കൗൺസിലിംഗുകൾ നടത്തുന്നുണ്ട്. സോ സ്റ്റേറ്റ് കോട്ട കൗൺസിലിംഗിൽ വരുന്ന കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത് സ്റ്റേറ്റിൽ വരുന്ന മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ഇപ്പൊ കേരളത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഹാസ്, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ആണ് നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ സർവകലാശാല എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ കർണാടകയിലോട്ട് പോവുകയാണെങ്കിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയാണ്, തമിഴ്നാട്ടിലാണെങ്കിൽ ഡോക്ടർ MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. സോ ഇത്തരത്തിലുള്ള അതത് സ്റ്റേറ്റിന്റെ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന അവരുടെ ആരോഗ്യ സർവകലാശാലകളും അതുകൂടാണ്ട് അതത് സ്റ്റേറ്റുകളിലുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും. ഓക്കെ, സോ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ വേറെയാണ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വേറെയാണ്. ഓക്കെ, സോ അപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുന്നതെന്ന് പറഞ്ഞാൽ അതത് സ്റ്റേറ്റിന്റെ കൗൺസിലിംഗിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇപ്പോൾ ആസ് എൻ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തമിഴ്നാട് സെന്റ് ജോൺസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സെന്റ് ജോസഫ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ അവർക്ക് എന്തുണ്ട് കറന്റ്ലി ഒരു മെഡിക്കൽ കോളേജ് അവൈലബിൾ ആണ്. കന്യാകുമാരിയിൽ അവർക്ക് എന്തുണ്ട് കന്യാകുമാരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന പേരിലെ ഒരു മെഡിക്കൽ കോളേജ്
അവർക്ക് അവൈലബിൾ ആണ്. അത് കൂടാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോൾ കർണാടകയിലോട്ട് പോവുകയാണെങ്കിൽ ആദിചുഞ്ചനഗിരി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ഉണ്ട്. അവർക്ക് എന്താണ് ആദിചുഞ്ചനഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വരുന്നുണ്ട്. അത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ വരുന്ന ഒരു കോളേജാണ് BGS ഗ്ലോബൽ മെഡിക്കൽ കോളേജ്. അപ്പോൾ ഇത്തരത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഒരുപാട് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ കൗൺസിലിംഗ് നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത് സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരുന്ന കൗൺസിലിംഗ് അതോറിറ്റികളാണ് നടത്തുന്നത്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ കൗൺസിലിംഗ് നടത്തുന്നത്. ഓക്കെ, സോ കേരളത്തിന്റെ കേസിലോട്ട് വരികയാണെങ്കിൽ കേരളത്തിൽ കൗൺസിലിംഗ് നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീമാണ്, കേരള എൻട്രൻസ് കമ്മീഷണർ ആണ് എന്ത് നടത്തുന്നത്, കേരളത്തിലെ കൗൺസിലിംഗ് നടത്തുന്നത്. ഇത് നമ്മൾ തമിഴ്നാട്ടിലോട്ട് പോവുകയാണെങ്കിൽ തമിഴ്നാട്ടിന്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത് നടത്തുന്നത്, കൗൺസിലിംഗ് നടത്തുന്നത്. ഇത് കർണാടകയിലോട്ട് പോവുകയാണെങ്കിൽ KE എന്ന് പറയും, കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയാണ് എന്ത് നടത്തുന്നത്, അവിടുത്തെ കൗൺസിലിംഗ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റേറ്റിലും കൗൺസിലിംഗ് നടത്തുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള ബോഡീസ് ആണ്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഈ ഒരു കോളേജ് എന്താണ് ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന കോളേജാണോ, ഇനി ഇല്ല എന്താണ് ആ സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരുന്ന കോളേജാണോ, അത് കൂടാണ്ട് പ്രൈവറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന കോളേജാണോ എന്നതിനെ ബേസ് ചെയ്തിട്ട് എന്ത് വരുന്നുണ്ട്, ഫീസിൽ തന്നെ ചേഞ്ചസ് വരുന്നുണ്ട്. ഇനി നമുക്ക് വരുന്ന വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസ് കുഹാസിന്റെ അണ്ടറിലുള്ള കോളേജുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ കോളേജുകളുടെയും ഫീസ് യൂണീക്ക് ആയിട്ടുള്ള ഫീസാണ്. ഇതേ കാര്യം നമ്മൾ കർണാടകയിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ മൈനോറിറ്റി കോളേജുകളുടെയും നോൺ മൈനോറിറ്റി കോളേജുകളുടെയും ഫീസിൽ ഡിഫറൻസ് ഉണ്ട്. സെയിം നമ്മളിപ്പോൾ ഉത്തർപ്രദേശിലോട്ട് പോകാൻ, ഉത്തർപ്രദേശിലെ മൈനോറിറ്റി കോളേജുകളിലും നോൺ മൈനോറിറ്റി കോളേജുകളുടെയും ഫീസിൽ വ്യത്യാസമുണ്ട്. എപ്പോഴും മൈനോറിറ്റി കോളേജുകളുടെ ഫീസ് കൂടുതലാക്കി ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ആസ് എൻ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ UP കരിയർ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു മൈനോറിറ്റി കോളേജാണ്, FH മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന മൈനോറിറ്റി കോളേജാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഫീസ് ഏകദേശം 18 മുതൽ 19 ലക്ഷം രൂപ വരെയൊക്കെയാണ് പെർ ഇയർ ഉള്ളത്. അതേ സ്ഥാനത്ത് അവിടെയുള്ള നോൺ മൈനോറിറ്റി കോളേജുകളുടെ ഫീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 9 ലക്ഷത്തിനും 12 ലക്ഷത്തിനും ഇടയിലാണ് ഇത് വരുന്നത്. ഓക്കെ, സോ ഡിപ്പെൻഡ്സ് ഓൺ കോളേജുകൾ. അതുകൂടാണ്ട് ഈ ഒരു കോളേജ് ഏത് വിഭാഗത്തിൽ വരുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ മെഡിക്കൽ സീറ്റ്സിന്റെ ഫീസിൽ വളരെ വലിയ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇന്ത്യയിലുള്ള ഓരോ സ്റ്റേറ്റിലെയും MBBSന്റെ ഫീസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശിന്റെ MBBSന്റെ ഫീസ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 13.5 lakhs ആണ് എന്ത് വരുന്നത് അവിടുത്തെ പെർ ഇയറിന്റെ ട്യൂഷൻ ഫീസ് വരുന്നത്. ഓക്കെ, അതായത് മാനേജ്മെന്റ് കോട്ട, ഓപ്പൺ കോട്ട, അതായത് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഓപ്പൺ കോട്ട സീറ്റിലുള്ള ഫീസ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 13.5 ലക്ഷം രൂപയാണ് വരുന്നത്. ഇത് നമ്മൾ NRI കോട്ടയിലോട്ട് പോകുന്ന സമയത്ത് പെർ ഇയർ ഏകദേശം ഒരു 36 ലക്ഷം രൂപയോളം ആവറേജ് എന്ത് വരുന്നുണ്ട് നമുക്ക് NRI കോട്ടയുടെ ഫീസ് വരുന്നുണ്ട്. ദെൻ ബീഹാർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 9 ലക്ഷം രൂപ മുതൽ 14 ലക്ഷം രൂപ വരെയാണ് എന്ത് വരുന്നത് ബീഹാറിൽ MBBSന്റെ ട്യൂഷൻ ഫീസ് വരുന്നത്. ഇത് നമ്മൾ NRI കോട്ടയിലോട്ട് പോകുമ്പോൾ ഏകദേശം $35,000, അതായത് ഇന്നത്തെ ഡോളറിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 90 രൂപയോളം ഉണ്ട്. അപ്പം 35,000 × 90 എന്ന് പറഞ്ഞാൽ ഏകദേശം 33 ലക്ഷം രൂപയോളായി. അപ്പോൾ പെർ ഇയർ ഏകദേശം $35,000 ആണ് എന്ത് വരുന്നത് നമുക്ക് ഫീസായിട്ട് ബീഹാറിലെ NRI കോട്ട സീറ്റ്സിന് വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ എന്താണ് ഛത്തീസ്ഗഡിലോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഛത്തീസ്ഗഡാണ് ഏറ്റവും കുറവ് ഫീസുള്ള ഒരു ഓപ്പൺ കോട്ട സംസ്ഥാനമായിട്ട് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള അറൗണ്ട് ഒരു 7 lakh റേഞ്ചിലാണ് എന്നുള്ളത് ഛത്തീസ്ഗഡിൽ MBBSന്റെ ഫീസിൽ ആകെ ഒരു കോളേജ് മാത്രമാണുള്ളത്. ഇനി NRIയിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ പെർ ഇയർ നമുക്ക് 35 lakh ആണ് എന്ത് പെർ ഇയർ ഫീസ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡൽഹിയിൽ നമുക്ക് ടോട്ടലായിട്ട് 2 കോളേജുകളാണ് പ്രൈവറ്റ് സെക്ടർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ മാനേജ്മെന്റ് കോട്ട നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടുള്ള, പ്രൈവറ്റ് സെക്ടർ എന്നല്ല ഞാൻ പറയുന്നത്, ഒരു ഓപ്പൺ കോട്ട ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള 2 കോളേജസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ആർമി മെഡിക്കൽ കോളേജ് വരുന്നുണ്ട്, അതുകൂടാണ്ട് പിന്നെ ഹാംഡാഡ് മെഡിക്കൽ കോളേജ് വരുന്നുണ്ട്. ഓക്കെ, സോ ആർമി മെഡിക്കൽ കോളേജിന്റെ ഫീസ് വരുന്നത് ഇൻ ബിറ്റ്വീൻ 4 to 5 lakh. ഹാംഡാഡ് മെഡിക്കൽ കോളേജിന്റെ എന്ന് പറഞ്ഞാൽ അറൗണ്ട് 18 lakh ആണ് അവരുടെ ഫീസ് വരുന്നത്. ഇനി NRI അവൈലബിൾ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഓൺലി ഹാംഡാഡ് മെഡിക്കൽ കോളേജിൽ മാത്രമാണ്. ലാസ്റ്റ് ഇയറിന്റെ അവരുടെ NRI ഫീസ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് $46,000 ആണ് അവരുടെ ലാസ്റ്റ് ഇയറിന്റെ NRI ഫീസ് വരുന്നത്. ഓക്കെ, ഇനി ഗുജറാത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 15 ലക്ഷം രൂപ മുതൽ 18 ലക്ഷം രൂപ വരെയാണ് എന്താണ് കോളേജ് മൈനോറിറ്റി ആണോ നോൺ മൈനോറിറ്റി ആണോ എന്നതിനെ ബേസ് ചെയ്തിട്ട് 15 ലക്ഷത്തിനും 18 ലക്ഷത്തിനും ഇടയിലാണ് അവരുടെ ഓപ്പൺ കോട്ട സീറ്റ്സിന്റെ പിന്നെ ഫീസ് വരുന്നത്. ഇതേ സെയിം കാര്യം നമ്മൾ NRIയിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് NRI ഫീസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 19.5 ലക്ഷം രൂപ മുതൽ ഏകദേശം $35,000 വരെ എന്ത് ചെയ്യുന്നുണ്ട് പെർ ഇയർ ഫീസ് അവർക്ക് NRI കോട്ടയ്ക്കകത്ത് വരുന്നുണ്ട്. സോ ദെൻ ഹിമാചൽ പ്രദേശിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഹിമാചൽ പ്രദേശിലാകെ നമുക്ക് ഒരേ ഒരു മെഡിക്കൽ കോളേജ് മാത്രമാണ് കറന്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഏകദേശം 16 ലക്ഷം രൂപയാണ് എന്ത് വരുന്നത് അവർക്ക് പെർ ഇയർ ഫീസ് ഓപ്പൺ കോട്ട സീറ്റിനകത്ത് വരുന്നത്. ഇത് നമ്മൾ NRIയിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ $44,075 ആണ് അവർക്ക് പെർ ഇയർ NRI കോട്ടയിൽ അവർ ചാർജ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ജമ്മു കാശ്മീരിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ അവിടെയും നമുക്ക് ഒരേ ഒരു കോളേജാണുള്ളത്. അറൗണ്ട് 6 lakh റേഞ്ചിലാണ് അവരുടെ നമ്മുടെ ഓപ്പൺ കോട്ട സീറ്റിന് വരുന്ന ഇത് പിന്നെ ഫീസ് എന്ന് പറയുന്നത് അറൗണ്ട് ഒരു $25,000 റേഞ്ചിൽ അവർക്ക് എന്ത് വരുന്നുണ്ട് NRI കോട്ടയുടെ ഫീസ് വരുന്നുണ്ട്. ഓക്കെ, ജാർഖണ്ഡിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജാണ് മണിപ്പാൽ ടാറ്റ മെഡിക്കൽ കോളേജ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയും ടാറ്റ ഗ്രൂപ്പും ചേർന്ന് കൊണ്ടിട്ടുള്ള ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അറൗണ്ട് 18 lakh ആണ് അവരുടെ നമ്മുടെ എന്താണ് ഓപ്പൺ കോട്ട സീറ്റിന് വരുന്ന ഫീസ്. അത് കൂടാണ്ട് NRIയിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ $57,400 ആണ് അവരുടെ NRI ഫീസ് എന്ന് പറയുന്നത്. $57,400 എന്ന് പറയുമ്പോൾ ഇന്ന് നോക്കുമ്പോൾ ഏകദേശം 53 ലക്ഷം രൂപയോളം എന്തായി പെർ ഇയർ ഫീസ്. അതിൻ്റെ 4.5 എന്ന് പറയുമ്പോൾ ഏകദേശം എന്താണ് 2.5 കോടി രൂപയോളം എന്ത് വരുന്നത് NRIയുടെ ഫീസ് വരുന്നത്.
അതാണ് ഞാൻ പറഞ്ഞത്, ഫസ്റ്റിലേ പറഞ്ഞു നമുക്ക് എന്താണ് ഇന്ത്യയിൽ NRIയുടെ MBBSന്റെ ഒരു NRI ഫീസ് എന്ന് പറഞ്ഞാൽ 2 കോടിക്ക് മുകളിൽ വരെ ചാർജ് ചെയ്യുന്ന കോളേജസ് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഞാൻ ഇത് പറയുന്നത് മണിപ്പാൽ ടാറ്റയുടെ ഫീസ് മാത്രമല്ല, കർണാടകയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കോളേജുകളുടെ ഫീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 40 lakhs മുകളിൽ തന്നെയാണ് വരുന്നത് എന്നതാണ് ഏറ്റവും വലിയൊരു തമാശ. ഇനി നമ്മൾ കർണാടകയിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കർണാടകയിൽ ഏകദേശം 12 ലക്ഷം രൂപയോളാണ് അവരുടെ KEയുടെ അണ്ടറിൽ കൗൺസിലിംഗ് നടക്കുന്നതിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള നോൺ മൈനോറിറ്റി കോളേജുകളുടെ ഫീസ് വരുന്നത്. അത് നമ്മൾ മൈനോറിറ്റി കോളേജുകളിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 23 ലക്ഷം രൂപ വരെ എന്ത് വരുന്നുണ്ട്, മൈനോറിറ്റി കോളേജസിലെ ഫീസ് വരുന്നുണ്ട്. ഇതേ കാര്യം നമ്മൾ NRI കോട്ടയിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 28 ലക്ഷം രൂപ മുതൽ 40 ലക്ഷം രൂപ വരെ പെർ ഇയർ ഫീസ് വരുന്ന യൂണിവേഴ്സിറ്റികളും കോളേജസുമാണ് കർണാടകയിൽ നമുക്ക് NRI കോട്ടയിൽ വരുന്നത്. സെയിം കേസ് നമ്മൾ കേരളത്തിലോട്ട് വരുന്ന സമയത്ത് കേരളത്തിലാണ് നമുക്ക് എന്താണ് എല്ലാ സീറ്റിനും എന്താണ് സിംഗിൾ ഫീസ് എന്ന രീതിയിലുള്ള ഒരു മാനദണ്ഡമുള്ളത്. അതായത് നമുക്കുള്ള ടോട്ടലായിട്ടുള്ള 85% സീറ്റ്, 100 സീറ്റിൽ 15% NRI പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന 85% സീറ്റിനും ഒരേ ഫീസാണ് കേരളത്തിൽ മേടിക്കുന്നത്. ഇവിടെ ഗവൺമെന്റ് കൗൺസിലിംഗ് എന്നോ അല്ലെങ്കിൽ അതർ സ്റ്റേറ്റ് കോട്ടയെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഫീസ് ഒന്നുമില്ല. പക്ഷെ അതൊരു ശരിയല്ലാത്ത നടപടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റിലും ഓപ്പൺ കോട്ട ഫീസ് വളരെ കൂടുതലാണ്, അവരുടെ ഓൺ സ്റ്റേറ്റിലുള്ള സ്റ്റുഡൻസിന്റെ ഫീസ് കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു മോഡിഫിക്കേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് വിദ്യാർത്ഥികൾക്ക് കുറച്ച് ഫീസ് കുറച്ച് പഠിക്കാനായിട്ട് സാധിക്കുമെന്നതാണ് എൻ്റെ വിശ്വാസം. സോ എനിഹോ ഏകദേശം 8 ലക്ഷം മുതൽ 9 ലക്ഷം വരെ ഇടയിലാണ് നമ്മുടെ കേരളത്തിലെ കോളേജുകളിലെ മാനേജ്മെന്റ് കോട്ട ഫീസ് വരുന്നത്. ഇനി അത് നമ്മൾ NRI കോട്ടയിലോട്ട് പോകുമ്പോൾ ഏകദേശം 21,60,000 രൂപയാണ് NRI കോട്ട ഫീസ് കേരളത്തിൽ വരുന്നത്. ഇത് നമ്മൾ മധ്യപ്രദേശിലോട്ട് പോവുകയാണെങ്കിൽ 9,60,000 രൂപ മുതൽ 16 ലക്ഷം രൂപ വരെ മധ്യപ്രദേശിൽ ഓപ്പൺ കോട്ട സീറ്റ്സിന്റെ ഫീസ് വരുന്നുണ്ട്. NRI കോട്ടയിൽ ഏകദേശം 27 ലക്ഷം മുതൽ 36 ലക്ഷം രൂപ വരെയാണ് NRI കോട്ടയുടെ ഫീസ് വരുന്നത്. മഹാരാഷ്ട്രയിലെ കോളേജുകളിൽ ഏകദേശം 11 ലക്ഷം രൂപ മുതൽ ഏകദേശം 17 ലക്ഷം രൂപ വരെയാണ് മഹാരാഷ്ട്രയിലെ കോളേജുകളുടെ ഓപ്പൺ കോട്ട സീറ്റിന്റെ ഫീസ് വരുന്നത്. അത് നമ്മൾ NRI കോട്ടയിലോട്ട് പോകുന്ന സമയത്ത് ഏകദേശം 25 ലക്ഷം രൂപ മുതൽ 32 ലക്ഷം രൂപ വരെ NRI കോട്ടയിൽ നമുക്ക് ഫീസ് വരുന്നുണ്ട്. ആ സെയിം കേസ് നമ്മളിപ്പോൾ ഒറീസയിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒറീസയിൽ നമുക്ക് 16 ലക്ഷം രൂപ മുതൽ ഏകദേശം ഒരു 19 ലക്ഷം രൂപ വരെയാണ് നമുക്ക് കോളേജസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒറീസയിലെ കോളേജുകൾ അവർ എന്ത് ചെയ്തിട്ടില്ല, സെൽഫ് ഫിനാൻസിൽ NRI കോട്ട സീറ്റ് മാറ്റി വെച്ചിട്ടില്ല. കാര്യം അവിടെ NRI സ്റ്റുഡൻസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കുറവായതുകൊണ്ട് തന്നെ ടോട്ടൽ സീറ്റും അവരെന്താണ് ഓപ്പൺ കോട്ടയിൽ കൺവേർട്ട് ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻ ചെയ്യുന്നത്. NRI കോട്ടയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് സീറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ മാറ്റി വെക്കാത്തൊരു സ്റ്റേറ്റാണ് ഒറീസ എന്ന് പറയുന്നത്. ഇതേ കേസ് നമ്മൾ പോണ്ടിച്ചേരിയിലോട്ട് വരുന്ന സമയത്ത് പോണ്ടിച്ചേരിയെ സംബന്ധിച്ച് നമുക്ക് സെൻഡാക്കിന്റെ അണ്ടറിൽ വരുന്ന കോളേജസ് ഉണ്ട്. അത് കൂടാണ്ട് നമുക്ക് ഡീംഡ് യൂണിവേഴ്സിറ്റി അണ്ടറിൽ വരുന്ന കോളേജുകളാണ്. അപ്പോൾ പോണ്ടിച്ചേരിയിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 18 ലക്ഷം രൂപ മുതൽ ഏകദേശം എന്താണ് 25 ലക്ഷം രൂപ വരെ ഫീസ് വരുന്ന തരത്തിലുള്ള കോളേജുകളാണ് നമുക്ക് പോണ്ടിച്ചേരിയിൽ ഓപ്പൺ കോട്ട സീറ്റിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമ്മൾ NRIയിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 23.5 ലക്ഷം രൂപ മുതൽ 35 ലക്ഷം രൂപ വരെ പെർ ഇയർ ഫീസ് മേടിക്കുന്ന തരത്തിലുള്ള കോളേജസ് നമുക്ക് സെൽഫ് ഫൈനാൻസിൽ വരുന്നുണ്ട്. ഓക്കെ, സെയിം കേസ് നമ്മൾ പഞ്ചാബ് നോക്കുകയാണെങ്കിൽ പഞ്ചാബിലും ഏകദേശം 10 ലക്ഷം രൂപ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോളേജസ് ആണ് നമുക്ക് ഓപ്പൺ കോട്ടയിലുള്ളത്. NRIക്ക് ഏകദേശം 1,30 ലക്ഷം രൂപയോളം ആവറേജ് ടോട്ടൽ പാക്കേജ് പഞ്ചാബിൽ മേടിക്കുന്നത്. പഞ്ചാബിലെ കോളേജുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ വർഷം കഴിയുന്നതോറും 10% എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഫീസിനകത്ത് ഒരു ഇൻക്രീസ് അവർ മേടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് എവരി ഇയർ ഫീസ് ഇൻക്രീസ് വരുന്ന ഒരു സ്റ്റേറ്റ് കൂടിയാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. ഇനി രാജസ്ഥാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 19 ലക്ഷം രൂപ മുതൽ 28 ലക്ഷം രൂപ വരെ എന്ത് ചെയ്യുന്നുണ്ട് രാജസ്ഥാനിലെ കോളേജുകളിൽ ഇയർലി ട്യൂഷൻ ഫീസ് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ സ്റ്റേറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും അത് കൂടാണ്ട് സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഗവൺമെന്റിന്റെ പിന്നെ എന്താണ് ആരോഗ്യ സർവകലാശാലകളുടെ അണ്ടറിലുള്ള കോളേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇച്ചിരി ഫീസ് കൂടുതലുള്ള ഒരു സ്റ്റേറ്റാണ് രാജസ്ഥാൻ. ബാക്കിയുള്ള സ്റ്റേറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈവൻ എന്താണ് രാജസ്ഥാനിലുള്ള ആരോഗ്യ സർവകലാശാലയുടെ അണ്ടറിൽ വരുന്ന കോളേജുകൾ പോലും 28 lakh വരെയൊക്കെ ഫീസ് മേടിക്കുന്നുണ്ട്. തമിഴ്നാട് നമ്മൾ നോക്കുന്ന സമയത്ത് 16 ലക്ഷം രൂപ മുതൽ 24 ലക്ഷം രൂപ വരെയാണ് തമിഴ്നാട്ടിൽ വരുന്നത്. അതായത് നമ്മുടെ MGR യൂണിവേഴ്സിറ്റി അണ്ടറിലുള്ള കോളേജുകളുടെ ഫീസ് എന്ന് പറഞ്ഞാൽ 16 lakh. അത് നമ്മൾ എന്ത് ചെയ്തു, ഇതിലോട്ട് പോകുന്ന സമയത്ത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലോട്ട് പോകുന്ന സമയത്ത് അപ് ടു 24 ലക്ഷം രൂപ വരെ പെർ ഇയർ ഫീസ് മേടിക്കുന്ന തരത്തിലുള്ള കോളേജുകളാണ് നമുക്ക് തമിഴ്നാട്ടിൽ വരുന്നത്. ഇതേ കാര്യം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ NRI കോട്ടയിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 25 ലക്ഷം രൂപ മുതൽ 37 ലക്ഷം രൂപ വരെ പെർ ഇയർ ഫീസ് മേടിക്കുന്ന തരത്തിലുള്ള കോളേജുകൾ നമുക്ക് തമിഴ്നാട്ടിൽ വരുന്നുണ്ട്. ദെൻ തെലങ്കാനയിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ തെലങ്കാനയിൽ ഇയർലി ഫീസ് 12.5 മുതൽ 18 ലക്ഷം രൂപ വരെ ഫീസ് വരുന്ന തരത്തിലുള്ള കോളേജുകൾ ഉണ്ട്. ഓപ്പൺ കോട്ട സീറ്റിൽ ഫീസ് വരുന്ന തരത്തിലുള്ള കോളേജുകളാണ് നമുക്ക് തെലങ്കാനയിലുള്ളത്. ഇതിനകത്ത് നമ്മൾ NRIയിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ പെർ ഇയർ 22 ലക്ഷം രൂപ മുതൽ ഏകദേശം 33 ലക്ഷം രൂപ വരെ പെർ ഇയർ ഫീസ് മേടിക്കുന്ന തരത്തിലുള്ള കോളേജുകൾ വരുന്നുണ്ട്. ദെൻ ഉത്തരാഖണ്ഡിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ 12 മുതൽ 22 ലക്ഷം രൂപ വരെയാണ് ഓപ്പൺ കോട്ട സീറ്റിൽ അവിടെ ഫീസായിട്ട് ഈടാക്കുന്നത്. അവരും എന്ത് ചെയ്തിട്ടില്ല, NRI സീറ്റ് അവർ മാറ്റിവെച്ചിട്ടില്ല. ദെൻ ഉത്തർപ്രദേശിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കറന്റ്ലി ഏകദേശം 9 ലക്ഷം രൂപ മുതൽ 21 ലക്ഷം രൂപ വരെ ഈടാക്കുന്ന കോളേജുകളാണല്ലോ. അതായത് നമുക്കിപ്പോൾ നോൺ മൈനോറിറ്റി കോളേജുകൾ നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 9.5 മുതൽ ഒരു 14.4 ലക്ഷം രൂപ വരെ, അതായത് 14,25,000 രൂപ റേഞ്ച് വരെ മേടിക്കുന്ന നോൺ മൈനോറിറ്റി കോളേജുകളും ഏകദേശം 18 ലക്ഷം രൂപ മുതൽ 21 ലക്ഷം രൂപ വരെ ഈടാക്കുന്ന തരത്തിലുള്ള മൈനോറിറ്റി കോളേജുകളാണ് നമുക്ക് ഉത്തർപ്രദേശിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, സെയിം കേസ് നമ്മൾ വെസ്റ്റ് ബംഗാൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം 12 ലക്ഷം രൂപ മുതൽ 23 ലക്ഷം രൂപ വരെ ഓപ്പൺ കോട്ട സീറ്റിന് ചാർജ് ചെയ്യുന്ന തരത്തിലുള്ള കോളേജസ്
കോളേജസ് ആണ് നമുക്ക് വെസ്റ്റ് ബംഗാളിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള മൊത്തത്തിലുള്ള എല്ലാ സ്റ്റേറ്റ്സും നമ്മളെടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ആ സെൽഫ് ഫൈനാൻസിങ് മേഖലയിൽ കുറച്ച് എന്താണ് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ഫീസ് ഉള്ള സ്റ്റേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു സ്റ്റേറ്റ് കേരളം തന്നെയാണ്. ബാക്കി ഫീസ് കുറച്ച് മേടിക്കുന്ന സ്റ്റേറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോളേജുകളുടെ എണ്ണം കുറവുള്ള സ്റ്റേറ്റുകളാണ്. അപ്പം അതിനകത്ത് ഛത്തീസ്ഗഡ് മാത്രമാണ് എനിക്ക് തോന്നുന്നത് മിനിമം ഒരു 3-4 മേലെ കോളേജസ് ഉള്ളത്. ബാക്കി നമ്പർ ഓഫ് കോളേജസ് കൂടുതലുള്ള സ്റ്റേറ്റൊക്കെ നോക്കുന്ന സമയത്ത് വളരെ ഉയർന്ന ഫീസാണ്. കേരളത്തിന്റെ ഫീസ് അറൗണ്ട് ഒരു 8.5 to 8.6 റേഞ്ചിലൊക്കെയാണ് കേരളത്തിന്റെ MBBSന്റെ ഫീസ് വരുന്നത്. പക്ഷേ അതിനകത്ത് എനിക്ക് ലോജിക്കലി തോന്നാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കേരള സിറ്റിസൺസിനും അതർ സിറ്റിസൺസിനും ഒക്കെ ഒരേ ഫീസ് വച്ചിരിക്കുന്നു എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീസ് ഒരു 6 ലക്ഷത്തിനോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തതിന് ശേഷം അതർ സ്റ്റേറ്റിലെ വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ 15-16 ലക്ഷമൊക്കെ മേടിക്കുക. അത് തന്നെയാണ് ബാക്കിയുള്ള സ്റ്റേറ്റുകളൊക്കെ ചെയ്യുന്നത്. 16-17 ലക്ഷത്തിന് നമ്മുടെ വിദ്യാർത്ഥികൾ പോയി പുറത്ത് പഠിക്കുന്നു. പക്ഷേ കുറഞ്ഞ പൈസയ്ക്ക് എന്ത് ചെയ്യുന്നു, അവർ വന്ന് കേരളത്തിൽ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റിലെ വിദ്യാർത്ഥികൾ കുറഞ്ഞ ഫീസിൽ കേരളത്തിൽ പഠിക്കാനായിട്ട് സാധിക്കും. ഇനി NRI കേസ് എടുക്കുന്ന സമയത്തും NRI ഒക്കെ വളരെ പിന്നെ മെറിറ്റ് ഓറിയന്റഡ് ആയിട്ട് വളരെ കൃത്യമായി നടക്കുന്ന ഒരു സ്റ്റേറ്റ് കേരളം തന്നെയാണ്. പ്രോപ്പർ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അഡ്മിഷൻ നടക്കുന്ന ഒരു സ്റ്റേറ്റ് കേരളം തന്നെയാണ്. NRI കേസിലും എല്ലാ കോളേജുകൾക്കും ഒരു സിംഗിൾ ഫീസ് ഏകദേശം 21,65,000 രൂപ എന്ന രീതിയിലുള്ള ഒരു സിംഗിൾ ഫീസ് നിശ്ചയിച്ച് നടത്തുന്ന ഒരു സ്റ്റേറ്റും കേരളം തന്നെയാണ്. അപ്പോൾ കേരളത്തിന്റെ കൗൺസിലിംഗ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള സ്റ്റേറ്റുമായിട്ട് നോക്കുന്ന സമയത്ത് വളരെ നീതിയുക്തമാണ്. എന്താണോ ഗവൺമെന്റ് പറയുന്നത് ആ കൃത്യമായ ട്യൂഷൻ ഫീസ്, ഹോസ്റ്റൽ, ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം മേടിക്കുന്ന ഒരു സ്റ്റേറ്റാണ്. പല സ്റ്റേറ്റിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ അഡീഷണൽ ഫീസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്, അഡീഷണൽ ആയിട്ട് പൈസ മേടിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി ഞാൻ പറയുന്നത് തമിഴ്നാടിന്റെ കാര്യമാണ്. 16 ലക്ഷം രൂപ ട്യൂഷൻ ഫീസിന് അഡ്മിറ്റ് ആയി കോളേജിലോട്ട് പോകുന്ന സമയത്ത് പെർ ഇയർ ഹോസ്റ്റലിന് വേണ്ടി 4 ലക്ഷം രൂപ അടയ്ക്കണമെന്നൊക്കെ പറയുന്ന കോളേജുകൾ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റേറ്റാണ് തമിഴ്നാട്. കേരളത്തിനെ സംബന്ധിച്ചിട്ട് എന്താണ് അവർ ചാർജ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൃത്യമായി വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിലോട്ട് എന്ത് ചെയ്തില്ല, ഒരിക്കലും ചാർജ് ചെയ്യുകയുമില്ല. ഓക്കെ, സോ എനിഹൗ എന്ത് ചെയ്യുക, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 1552 രൂപയ്ക്ക് പഠിക്കണമോ, വർഷം കൊടുത്ത് പഠിക്കണമോ, അല്ലെങ്കിൽ വർഷം 40 ലക്ഷം രൂപ കൊടുത്ത് പഠിക്കണമോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മുടെ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കാനായിട്ട് പോവുകയും ചെയ്യുന്നത്. ഓക്കെ, സോ എന്തായാലും കേരളത്തിലെയും ഇന്ത്യയിലെയും വിദേശത്തെയും മെഡിക്കൽ കോളേജുകളായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഇനിയും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, വിദേശ MBBS പഠനവുമായിട്ട് നമ്മുടെ നാട്ടിലുള്ള MBBS പഠനവുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.